അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? എന്നാൽ ഞാൻ വേഗം പോയി റോസാച്ചെടി കൊണ്ടുതരാം. നാരായണ അവിടെ തന്നെ നിൽക്കണേ. നിന്റെ ആടിന്റെ 2 പുസ്തകങ്ങൾ തിന്നു. അങ്ങനെയൊന്നും പറയില്ലേ വെള്ളിക്കാക്ക. നിന്റെ ആദരന് അങ്ങനെ ഒന്നും ചെയ്യൂല. എല്ലാവരും ആട് വള്ളം കുറച്ചോ? ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. പിന്നെയാണോ നിന്റെ ഒരു ആട്? ആട് പെരട്ടെ ഇപ്പൊ കാണിച്ചരാ. നിങ്ങൾ ആര് കൊടുക്കണ്ട. എന്റെ എഴുത്തുകൾ വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചവനും ഞാനായിരിക്കും, കരഞ്ഞവനും ഞാനായിരിക്കും. കാരണം അതിന്റെ അനുഭവമായിരുന്നു. ആരാളിക്ക് നോക്കാം. നാരായണി, നാരായണി, നിനക്കൊരു ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ലോണം കുഴിച്ചിടണം. ഞാനാ ബഷീർക്കാരുടെ പാത്തുമ്മ. പണ്ടൊക്കെ ആട് വളർത്താൻ നിറയെ പറമ്പുണ്ടായിരുന്നു. ഇപ്പോൾ കെട്ടിടങ്ങൾ മാത്രം. ഞമ്മക്ക് ഇപ്പോഴും ആട് വളർത്തണ്ടേ? ആടിനെല്ലാം കൊടുത്തോ പെണ്ണെ? ഇല്ല, ഇത് വൈകൊണ്ടേ. ഞമ്മള് പാത്തുമ്മ, ഞമ്മളിക്കാനോ ബഷീർ. മുമ്പേ വലിയ എഴുത്തുകാരനായിരുന്നു. മുമ്പേ നമ്മളെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പാത്തുമ്മേന്റെ ആട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാ? നമ്മളെ മനസ്സിലായോ? മനസ്സിലായില്ല? നമ്മൾ സൈനബാനെ ചീട്ട് കളിക്കാരന്റെ മകൾ സൈനബാനെ. അതോ ബാപ്പയല്ല പോണത്. മൂപ്പരിവിടെ എത്തിണ്ടോ റബ്ബേ, നമ്മളെനി കാണണ്ട. നിങ്ങൾക്കറിയാലോ നമ്മളെത്ര പുക്കാറുണ്ടാക്കിയിട്ടാ മുത്തപ്പാനെ കിട്ടിയാന്ന്. ഉപദേശം മുഴുവൻ നമ്മളോടാ. എന്തിനാന്നോ? മൂപ്പരെ മുച്ചീട്ടായി പൊട്ടിച്ചത് നമ്മളല്ലേ. അതിന്റെ ദേശം ആന്നേ. ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 വർഷം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 വർഷം. എന്തൊരു ജീവിതം. റോസാച്ചെടി തരാമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, ഇവിടെ ഒരു രസമൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും എല്ലാം അറിയാം. തരാമോ? നാരായണി അവിടെ തന്നെ നിൽക്കൂ, ഇപ്പൊ തരാം. ഞാൻ ഈ കായ അറുത്തത് ഇവിടെ എല്ലാവർക്കും കൊടുത്തോട്ടെ? അതിനെന്താ, എന്റെയും നാരായണിയുടെയും പേരിൽ കൊടുത്തോളൂ. എന്നെ മാത്രം സ്നേഹിക്കൂ. തീർച്ചയായും. അതെന്താ നാരായണി അങ്ങനെ ചോദിച്ചത്? ഇവിടെ എന്നെക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല. ഞാനും വലിയ സുന്ദരനൊന്നുമല്ല. എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. എന്റെ ദൈവമേ,
ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയുന്നു. എല്ലാരും ഉണ്ടല്ലോ. എന്താപ്പ എല്ലാവർക്കും ഇവിടെ? അല്ല, ഇതിന്റെ ആടിന് കഞ്ഞെള്ളം കൊടുത്തിക്കണോ? നമ്മളുടെ ആടിന് ഇത്തിരി വെള്ളം ഇലയും കൊടുക്കാൻ ഈ പൊരയിൽ ആരും ഇല്ലേ? എൻ്റെ ആടിന് ഇനി കഞ്ഞെള്ളത്തിന്റെ കുറവും കൂടി ഉള്ളൂ. എന്റെ ആടൊന്ന് ക്ഷീണിച്ചു പോയി. എന്റെ ആടൊന്ന് വളരട്ടെ. എന്റെ ആടിന്റെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആടിന്റെ പാല് വേണല്ലേ? ഒറ്റ അടിയങ്ങ് വെച്ചാണ്ടല്ലോ. ഒരു തുള്ളി പാല് പോലും ആർക്ക് കിട്ടുമെന്ന് കിനാവ് കാണണ്ട. ഈ പാത്തുനോടാണ് കളി.